പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തങ്ങൾ കേട്ടു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തങ്ങൾ കേട്ടു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങളെ ആസ്പദമാക്കി ഉപദേശവും പ്രാർത്ഥനയും എന്നുള്ളൊരു വിഷയമാണ് നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. മത്തായി എഴുതിയ സുവിശേഷം 6:5 മുതൽ യേശു പ്രാർത്ഥനയെക്കുറിച്ച് പല കാര്യങ്ങളും പറയുകയും ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന വിഷയം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയെ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ഇതിനു ശേഷമാണ് ശിഷ്യന്മാരോട് യേശു പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നത്. സകല ജാതി മതസ്ഥരും അവരവർ വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതുമായ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. യോനാപ്രവചനം കയറിയ കപ്പലിലെ യാത്രക്കാരെല്ലാവരും താന്താര ദൈവനോട് നിലവിളിച്ചു എന്ന് കാണുന്നു. കപ്പൽ പ്രമാണി യോനയോട് പറയുന്നത്, നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. പ്രാർത്ഥന ഉദ്ദേശം നമ്മെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതും കഴിവില്ലാത്തതും ആയ വിഷയങ്ങൾ സാധിച്ചു കിട്ടുന്നതിനാണല്ലോ പ്രാർത്ഥിക്കുന്നത്. തിരുവചനത്തിൽ പ്രാർത്ഥനയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് പലയിടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ ആശ്വാസത്തിനും വഴി നടത്തിപ്പിനും വേണ്ടിയുള്ള പ്രാർത്ഥന ആണ്, അതായത് പ്രയർ ഫോർ ഗൈഡൻസ് ആൻഡ് കംഫോർട്ട്. 145-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നതാണ്. 143-ാം സങ്കീർത്തനത്തിൽ യഹോവ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാതനകൾക്ക് ചെവി തരണമെന്നാണ്. നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ എന്നുള്ള പ്രാർത്ഥന. 25-ാം സങ്കീർത്തനത്തിൽ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചറിയണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാവരും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. യിരെമ്യാവ് 29:12-13 വാക്യങ്ങളിൽ നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധി പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. പ്രധാനമായും പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ: 1. ദൈവത്തിന് സ്തുതിയും നന്ദിയും അർപ്പിച്ചിരിക്കണം. കുറവുകളെക്കുറിച്ച് അനുദപിക്കുകയും ക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുകയും ചെയ്തിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. മാത്രമല്ല ദൈവഹിതം മാത്രം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
ദൈവിക വഴികളെയും ഉദ്ദേശങ്ങളെയും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം പ്രാപിക്കാൻ പ്രാർത്ഥിക്കണം. അടുത്തതായിട്ട് ധൈര്യത്തിനും സമാധാനത്തിനും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കാലങ്ങളിൽ സഭകളിൽ ധാരാളം പ്രാർത്ഥനകൾ വിവിധ രീതിയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ഒറ്റക്കാലിൽ നടക്കാൻ മാത്രമുള്ള വഴികളാണ്. സഭകളിൽ 3 ദിവസത്തെ പ്രാർത്ഥന, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 21, 40 ഇങ്ങനെ പോകുന്ന ഉപവാസത്തിന്റെ ദിനങ്ങൾ. ഇതിലൂടെ എത്ര പേർക്ക് ശരിയായ കുറ്റബോധവും മാനസാന്തരവും നടക്കുന്നുണ്ട്. മാലവരെ കാണിക്കുവാനായി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളുണ്ട്. ഒറ്റക്കാലിൽ നടക്കുന്ന മനുഷ്യർക്ക് തുല്യമായിട്ട് അതിനെ കാണാൻ സാധിക്കും. എന്നാൽ അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കണമെങ്കിൽ യേശുക്രിസ്തു അവസാനമായി പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്തിരിക്കുന്നു. സുവിശേഷം അറിയിക്കുക. സഭകളിലോ പള്ളികളിലോ ഒക്കെ ഇരുന്ന് എത്ര പ്രാർത്ഥിച്ചാലും ആത്മാക്കളുടെ രക്ഷ നടക്കുന്നില്ല. എങ്കിൽ നാം എല്ലാവരും മുടന്തന്മാരെ പോലെ നടക്കുന്നവരായിരിക്കും. ഈ കാലങ്ങളിൽ നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കട്ടെ: പ്രീച്ച് ആൻഡ് പ്രേ. പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആത്മാക്കൾക്ക് വിടുതലുണ്ടാകും. അപ്പോൾ നമ്മുടെ 2 കാലുകൾക്കും ചലനമുണ്ടാകും. ഒരു ചൂട് പ്രസംഗവും അടുത്ത ചൂട് പ്രാർത്ഥനയുമായി മാറട്ടെ. അതായത് നമുക്കും പറഞ്ഞ് ഓരോ ചൂടുകൾ വയ്ക്കാം. പ്രീച്ച് ഒരു കാലും പ്രയർ അടുത്ത കാലുമായിരിക്കുമ്പോൾ പ്രീച്ച് ആൻഡ് പ്രയർ എന്ന മുദ്രാവാക്യവുമായി മുന്നേറുവാൻ സംഗതിയാകട്ടെ. ചിലയിടങ്ങളിൽ പ്രസംഗം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന നാം മാത്രമാണ്. അവരുടെ നിഗമനം ഇങ്ങനെയാണ്: നാം പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്താണെന്ന് ദൈവത്തിനറിയാം, അതിനാൽ പ്രാർത്ഥന വേണ്ട, വചനം മതിയെന്നാണ്. ഇതും അപകടം നിറഞ്ഞാണ്. എപ്പോഴും ഒറ്റക്കാലിൽ ഉള്ള യാത്രയായിരിക്കരുത്. സത്യവചനത്തെ പ്രസ്താവിച്ചിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ആത്മാക്കൾ വിടുവിക്കപ്പെടും. ദൈവമായ കർത്താവ് ഈ നാളുകളിൽ നമ്മൾ ഈ വഴിയിലേക്ക് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവമായ തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.